ഗുരുവായൂർ ക്ഷേത്രം ഇടത്തിരികത്തുകാവിൽ ഇന്ന് ദേവസ്വത്തിൻ്റെ വക താലപ്പൊലിയായിരുന്നു. ഗുരുവായൂർ ദേവസ്വം നേരിട്ട് നടത്തുന്ന താലപ്പൊലിയാണ് ഇന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയാണ് ഇടത്തിരികത്തുകാവിലമ്മ. ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് മേൽക്കൂരയില്ലാത്ത പ്ലാവിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇടത്തിരികത്തുകാവിലമ്മ ശക്തിസ്വരൂപിണിയാണ്. ധനുമാസം 1-ാം തീയതി ഇടത്തിരികത്തുകാവിൽ കളംപാട്ടിന് കൂറയിടും. കളംപാട്ട് ആരംഭിക്കും എന്നർത്ഥം. കളംപാട്ടിനുള്ള കൊടിക്കൂറ വലിച്ചു കെട്ടുന്നതാണ് കൂറയിടുന്നത്. അപ്പോൾ ധനുമാസം 1-ാം തീയതി ആരംഭിച്ച കളംപാട്ടിൻ്റെ സമാപനമാണ് ഇന്ന്. ഏതാണ്ട് 53 ദിവസത്തിന് ശേഷം കളംപാട്ടിൻ്റെ സമാപനമായിട്ടാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വം വക താലപ്പൊലിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ എഴുന്നള്ളിപ്പും ചടങ്ങുകളുമെല്ലാം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ നട രാവിലെ 11:30 അടച്ചു. രാവിലെ തന്നെ ക്ഷേത്രത്തിലെ ഉച്ചപൂജയും ഉച്ചശിവേലിയും, സാധാരണ വൈകിട്ടാണ് ഉച്ചശിവേലി നടക്കാറുള്ളത്, ഇന്ന് ഉച്ചശിവേലിയും നേരത്തെ പൂർത്തിയാക്കിയിട്ട് 11:30 നടയടച്ച് ഭഗവതിയുടെ താലപ്പൊലി ആഘോഷത്തിനായിട്ട് ക്ഷേത്രവും പരിസരവും ഗുരുവായൂരപ്പനും ഒക്കെ ഒരുങ്ങി. അതിനുശേഷം 12 മണിക്ക് ഗുരുവായൂർ നന്ദൻ്റെ പുറത്ത് ഭഗവതിയെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് വന്നു. പറ്റാനകളായിട്ട് ഗോകുലും വിഷ്ണുവും ഇടവും വലവും നിരന്നു. തുടർന്ന് പഞ്ചവാദ്യം ആരംഭിച്ചു. പഞ്ചവാദ്യം ചോറ്റാനിക്കര നന്ദപ്പന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, ഗംഭീര പഞ്ചവാദ്യം ആരംഭിച്ചു. എഴുന്നള്ളിപ്പ് കിഴക്കേ നടയിലൂടെ അങ്ങനെ നീങ്ങി കുറച്ച് ദൂരം ചെന്ന് അവിടെ പന്തലിൽ പഞ്ചവാദ്യം സമാപിച്ച് മേളത്തിന് വഴിമാറി. പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തിൽ മേളത്തോടെ തിരിച്ച് നടയിലേക്ക് എഴുന്നള്ളിയപ്പോൾ 100 കണക്കിന് നിറപറകൾ വച്ച് ഭക്തർ ഭഗവതിയെ വരവേറ്റു. ഭക്തരുടെ പ്രതിനിധിയായിട്ട് കോമരം പള്ളിവാളുമായിട്ട് നീങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത്. പറ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളിവാളുമായിട്ട് നീങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത്. സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ധനുമാസം 1-ാം തീയതി ആരംഭിക്കുന്ന കളംപാട്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മറ്റൊരു വലിയ താലപ്പൊലിയുണ്ട്. ആ താലപ്പൊലിയാണ് നാട്ടുകാരുടെ വകയായിട്ട് താലപ്പൊലി സംഘം നടത്തുന്ന പിള്ളേര് താലപ്പൊലി. പിള്ളേര് താലപ്പൊലി കുറേയും കൂടി ആഘോഷങ്ങൾ കേമാണ്. ഇവിടെ ദേവസ്വം വക താലപ്പൊലിയാണ്. പാട്ടിൻ്റെ സമാപനമാണ്. ഇത് പകൽ സമയത്ത്, പണ്ടത്തെ കാലത്ത് ഗുരുവായൂർ ദേവസ്വം താലപ്പൊലിക്ക് പകൽ സമയത്ത് എഴുന്നള്ളിപ്പ് പതിവുണ്ടായിരുന്നില്ല. രാത്രി മാത്രമായിരുന്നു താലപ്പൊലി ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പകലും എഴുന്നള്ളിപ്പ് തുടങ്ങി. അത് 10-40 വർഷമായി പകലും എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ട്. മുമ്പ് രാത്രി മാത്രമാണ് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നത്. ഇനി ഇതേപോലെ തന്നെ രാത്രി 10 മണിയാകുമ്പോൾ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. താലപ്പൊലിയുടെ ഉരൽപ്പുരയിലെ അമ്മമാരൊരുക്കുന്ന താലപ്പൊലി ഉണ്ടാവും. താലപ്പൊലിയുടെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഇതേപോലെ പഞ്ചവാദ്യവും മേളവുമായിട്ട് തിരിച്ചെഴുന്നള്ളിച്ച് കളംപാട്ട് നടത്തിയിട്ട് കുറുപ്പ് നന്ദുണി വായിച്ച് കളംപാട്ട് പാടും. കളംപാട്ട് പാടി കളം മായ്ക്കും. കളം മായ്ച്ച് ഈ 53 ദിവസമായി